DGP ജേക്കബ് തോമസ് സർക്കാരിന് മറുപടി നൽകി. നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും വകുപ്പ് മേധാവി എന്ന നിലയിൽ വാർത്താസമ്മേളനം നടത്തിയതിൽ തെറ്റില്ലെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. അഖിലേന്ത്യാ സർവീസ് റൂൾ തന്നെ അതിന് അനുവദിക്കുന്നുണ്ടെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. വിവരങ്ങളുമായി എസ് ജീവൻകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ജീവൻ പറയും. അനുമതിയില്ലാതെ മാധ്യമങ്ങളുമായി സംസാരിച്ചു എന്ന കുറ്റം ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ ഒരു മാസം മുമ്പ് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന് വിശദീകരണ കുറിപ്പ് നൽകിയത്. പീപ്പിൾ അടക്കമുള്ള മാധ്യമങ്ങളോട് ജേക്കബ് തോമസ് സംസാരിക്കവേ താൻ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ സുരക്ഷ കണക്കാക്കി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് തനിക്കിപ്പോൾ ഈ രൂപത്തിൽ സർക്കാർ തന്നെ വേട്ടയാടുന്നത് എന്ന് ധ്വനി വരത്തക്ക രൂപത്തിലുള്ള സംസാരം ജേക്കബ് തോമസ് സംസാരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ ജേക്കബ് തോമസിനോട് വിശദീകരണം തേടിയത്. എന്നാൽ അതിനുള്ള മറുപടിയായിട്ടാണ്, അതിൻ്റെ ആദ്യഘട്ട നോട്ടീസിന് നൽകിയ മറുപടിയായിട്ടാണ് ഇപ്പോൾ ജേക്കബ് തോമസ് ഈ കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ് റൂളിൻ്റെ 14-16 വകുപ്പുകൾ പ്രകാരം വകുപ്പ് മേധാവി എന്ന് നിർവചനമുള്ള തനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലെങ്കിലും വാർത്താ സമ്മേളനം നടത്താൻ അധികാരമുണ്ട് എന്ന സർക്കാർ ചട്ടമാണ് ജേക്കബ് തോമസ് തൻ്റെ മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ജേക്കബ് തോമസ് വിശദീകരിച്ചിരിക്കുന്നത്. ഒപ്പം താൻ സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും മാത്രമാണ് പ്രവർത്തിച്ചത്. 77 ഫ്ലാറ്റുകളുടെ കാര്യത്തിലടക്കം ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയും സുരക്ഷ കണക്കാക്കിയുമാണ് താൻ പ്രവർത്തിച്ചത്. എന്നാൽ അത് ഇനിയും അത് തുടരുകയും തന്നെ ചെയ്യും. ഒരു പൊതുജന സേവകൻ എന്ന നിലയിൽ താൻ അതിന് അത്തരത്തിൽ ജനങ്ങളെ കാക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് എന്ന് താൻ കരുതുന്നു. സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ജീവിക്കണോ അതോ ജോലിക്ക് വേണ്ടി ജീവിക്കണോ എന്ന ധർമ്മസങ്കടത്തിലാണ് താനെന്ന ജേക്കബ് തോമസ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളോട് കൂടിയാണ് ജേക്കബ് തോമസിൻ്റെ വിശദീകരണവും മറുപടിയും അവസാനിക്കുന്നതും. ജേക്കബ് തോമസ് ഒരു ദിവസത്തിന് മുമ്പാണ് ജേക്കബ് തോമസ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് മറുപടി കുറിപ്പ് നൽകിയത്. അതീവ രഹസ്യമായി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഇപ്പോൾ ഈ ഫയൽ ജേക്കബ് തോമസിൻ്റെ മറുപടി കത്ത് സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇത് DGP TP സെൻകുമാറിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ജേക്കബ് തോമസ് നൽകിയിരിക്കുന്ന വിശദീകരണം ക്രമപ്രകാരമാണോ എന്ന് ഇനി പരിശോധിക്കേണ്ടത് DGP TP സെൻകുമാറാണ്. അതിനുശേഷം മറുപടി തൃപ്തികരമല്ല എങ്കിൽ ഒരു പ്രത്യേക സമിതിയെ ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമിതിയുടെ മുമ്പാകെ ജേക്കബ് തോമസ് വീണ്ടും വിശദീകരണം നൽകേണ്ടതായും വരും. എന്തായാലും ഇത് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ജേക്കബ് തോമസ് മറുപടിക്ക് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സുരാജ്. ശരി, എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. KM മാണിക്കും K ബാബുവിനും എതിരെ നടന്നത് ഇരട്ട നീതി എന്ന രേഖകൾ. ഇരുവർക്കുമെതിരെ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചത് 2 തരം അന്വേഷണമാണ്. KM മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ വേണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. എന്നാൽ K ബാബുവിനെതിരെ പ്രാഥമിക അന്വേഷണം മാത്രം മതിയെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. വിജിലൻസ് ഡയറക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. ബാർക്കോഴ കേസിൽ വിജിലൻസിന്റെ ഇരട്ട നീതിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബിജു രമേശിന്റെ കയ്യിൽ നിന്നും K ബാബു 50 ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ അയച്ച സർക്കുലറിലാണ് ഇരട്ട നീതി വ്യക്തമാകുന്നത്. K ബാബുവിനെതിരെ പ്രാഥമിക അന്വേഷണം മാത്രം നടത്താനാണ് വിജിലൻസ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. 29/4/2015 എറണാകുളം റേഞ്ച് വിജിലൻസ് SP KM ആന്റണിക്ക് വിൻസെൻ്റ് പോൾ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. എന്നാൽ മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ തന്നെ നടത്തണമെന്നായിരുന്നു വിൻസെൻ്റ് പോൾ നൽകിയ നിർദ്ദേശം. വിജിലൻസ് മാനുവലിൽ എവിടെയും പറയാത്ത അന്വേഷണ രീതിയാണ് പ്രാഥമിക അന്വേഷണം. ഭാവിയിൽ K ബാബുവിനെ വിജിലൻസ് പ്രതിയാക്കിയാൽ പോലും മാനുവലിൽ പറയാത്ത അന്വേഷണം വിജിലൻസ് അവലംബിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. നിയമപ്രകാരമോ ചട്ടങ്ങളിലോ പറയാത്ത അന്വേഷണം നടത്തിയെന്നതിൻ്റെ പേരിൽ പ്രതിയെ ശിക്ഷിക്കാനും കോടതിക്കാവില്ല. മന്ത്രിയായ K ബാബുവിന് ഈ സൗജന്യമാണ് ഇത്തരം അന്വേഷണ രീതി അവലംബിച്ചതിലൂടെ വിജിലൻസ് കൽപ്പിച്ചു നൽകിയത്. ഒരേ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾക്കെതിരെ 2 തരം അന്വേഷണം നടത്തുക വഴി വിജിലൻസ് ശ്രമിക്കുന്നത് ഒരു മന്ത്രിയെ പൂർണ്ണമായും രക്ഷിക്കാനാണ്. തനിക്കെതിരായ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് KM മാണി ആരോപിക്കുന്നത് ഈ അന്വേഷണ രീതി കണ്ടുകൊണ്ടാവാം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർക്കോഴ അന്വേഷണത്തിൽ ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കേസിൽ K ബാബുവിനെതിരെ അന്വേഷണം നടത്തിയത് 2 ജില്ലകളിൽ മാത്രം അധികാരമുള്ള DYSP-യാണ്. എന്നാൽ KM മാണിക്കെതിരെ അന്വേഷണം നടത്തിയത് വിജിലൻസിന്റെ സംസ്ഥാന യൂണിറ്റാണെന്നും VS കുറ്റപ്പെടുത്തി. അതുകൊണ്ട് ബാബുവിനെതിരായ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും VS പറഞ്ഞു. അതേസമയം സോളാർ കമ്മീഷന് മുൻപാകെ ഹാജരാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി പഠിച്ച പണി 18 നോക്കുകയാണെന്നും ക്രോസ് വിസ്താരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രി പയറ്റുന്നതെന്നും VS ആരോപിച്ചു. ബാർക്കോഴയിൽ സർക്കാരിന് തെളിവുണ്ടാക്കാനാകില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് കൊണ്ടുവരണമെന്നും ഉമ്മൻചാണ്ടി കോഴിക്കോട് പറഞ്ഞു. എല്ലാം നിയമാനുസൃതം മുമ്പോട്ട്, എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം മുമ്പോട്ട് പോകും. ആർക്ക് എന്ത് ആക്ഷേപവും പറയാം.
പക്ഷെ തെളിവൂടെ ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് പറയരുത്. പറയുന്നവർ തെളിവൂടെ പറയണം, അല്ലെങ്കിൽ അവരുടെ കേസ് എന്താണെന്ന് പറയണം. അല്ലാതെ ഇപ്പോഴത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആരോപണം ഉന്നയിക്കുക, അത് ആഘോഷിക്കുക, തെളിവ് വരുന്ന സമയത്ത് ആ തെളിവ് ഗവൺമെൻറ് ഉണ്ടാക്കണം അല്ലെ പോലീസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അത് ശരിയാവില്ല. പിന്നെ നിങ്ങളൊന്ന് ധരിക്കണം, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഈ ആക്ഷേപങ്ങൾ വന്നിട്ടുള്ളത്. ബാർക്കോഴ കേസിൽ ഇരട്ട നീതി എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്ത് അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്നത് വിജിലൻസാണ്. വിജിലൻസിന്റെ പ്രവർത്തനങ്ങളിൽ താൻ ഇടപെടാറില്ലെന്നും പ്രാഥമിക അന്വേഷണവും ദ്രുതപരിശോധനയും തമ്മിൽ വ്യത്യാസമില്ലെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ക്വിക്ക് വെരിഫിക്കേഷൻ, പ്രിലിമിനറി എൻക്വയറി എന്നെല്ലാം പറയുന്ന പ്രാഥമിക അന്വേഷണം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഓരോ കേസ് എങ്ങനെ അന്വേഷിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് വിജിലൻസാണ്. വിജിലൻസിന് വിജിലൻസ് മാനുവലുണ്ട്, വിജിലൻസ് സംവിധാനങ്ങളുണ്ട്, സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നതാണ്. അതിനകത്ത് സർക്കാരോ മന്ത്രിയോ ഒരു ഘട്ടത്തിൽ ഇടപെടാറില്ല. ബാർക്കോഴ ആരോപണത്തിൽ രാജിവെക്കില്ലെന്ന് മന്ത്രി കെ ബാബു. രാജിവെക്കേണ്ട ധാർമ്മിക സാഹചര്യമില്ല. മാണിക്കും തനിക്കും രണ്ട് നീതി എന്ന ആരോപണത്തിൽ കഴമ്പില്ല. ഇരു കേസുകളുടെയും സ്വഭാവം വ്യത്യസ്തമാണെന്നും ഒരേ തരത്തിലുള്ള അന്വേഷണമാണ് നടന്നതെന്നും കെ ബാബു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പി സി ജോർജിനെ അയോഗ്യനാക്കിയതായി നിയമസഭാ സ്പീക്കർ എൻ ശക്തൻ അറിയിച്ചു. 2015 ജൂൺ 6 മുതൽ മുൻകാല പ്രാബല്യത്തോടെ 13ാം നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുന്നത് വരെയാണ് അയോഗ്യത. അതേസമയം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തന്നെ അയോഗ്യനാക്കിയതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പി സി ജോർജ് പ്രതികരിച്ചു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പി സി ജോർജിനെ നിയമസഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് കാട്ടി കേരള കോൺഗ്രസ് എം ഭാരവാഹിയും സർക്കാർ ചീഫ് വിപ്പും കൂടിയായ തോമസ് ഉണ്ണിയാടൻ നൽകിയ ഹർജിയിലാണ് സ്പീക്കർ എൻ ശക്തൻ വിധി പ്രസ്താവിച്ചത്. ജൂലൈ 21 നൽകിയ പരാതിയിന്മേൽ ഒക്ടോബർ 8, 12, 15, 26 തീയതികളിലായി സാക്ഷി വിസ്താരവും തെളിവെടുപ്പും നടന്നു. നവംബർ 9 കേസിൽ വാദം പൂർത്തിയായി. ഒരംഗം സ്വമേധയാ തൻ്റെ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് പോകുന്ന പക്ഷം ഭരണഘടന ആർട്ടിക്കിൾ 191(2) 10ാം ഷെഡ്യൂൾ പാരഗ്രാഫ് 2(1)(a) അനുസരിച്ച് അയോഗ്യതയ്ക്ക് കാരണമായ പ്രവൃത്തി ചെയ്യുന്ന ദിവസം മുതൽ അയോഗ്യനാകും. ഇതനുസരിച്ച് ശ്രീ പി സി ജോർജ് MLA 3/6/2015 മുതൽ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നു. സ്പീക്കർ എൻ ശക്തൻ അതിനുള്ള വിശദീകരണവും നൽകി. പെറ്റീഷനെ സംബന്ധിക്കുന്ന നടപടികളെല്ലാം പൂർത്തിയായി. അവസാനം തീരുമാനം എന്നാണ് എന്ന് പ്രഖ്യാപിക്കുകയും തീരുമാനം പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം തന്ന രാജി സ്വീകരിക്കുന്നത് ശരിയല്ല. അയോഗ്യതയ്ക്ക് മുൻകാല പ്രാബല്യമുള്ളതിനാൽ പി സി ജോർജ് ഇതുവരെ കൈപ്പറ്റിയ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പി സി ജോർജിന് അയോഗ്യതയില്ലെന്നും സ്പീക്കർ എൻ ശക്തൻ അറിയിച്ചു. എന്നാൽ സ്പീക്കറുടേത് പദവിയെ കളങ്കപ്പെടുത്തുന്ന നടപടിയാണെന്ന് പി സി ജോർജ് പ്രതികരിച്ചു. ഇത് നടപടിക്രമങ്ങളോട് യോജിക്കുന്ന കാര്യമല്ല. വക്കീലന്മാരുമായിട്ട് ചർച്ച ചെയ്ത് കോടതി പോകും, സംശയമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴയിൽ കെ മാണിയെ കുടുക്കിയതിന് പിന്നിൽ മന്ത്രി അടൂർ പ്രകാശും ബിജു രമേശും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് യൂത്ത് ഫ്രണ്ട് എം. യൂത്ത് ഫ്രണ്ട് നേതാക്കളുടെ ഈ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എം ഏറ്റുമുട്ടലിന് കാരണമായേക്കും. ബാർക്കോഴയിൽ കെ എം മാണിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന് മാണി ഗ്രൂപ്പ് നേതാക്കൾ ആവർത്തിക്കുന്നതിനിടെ ആദ്യമായിട്ടാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ച മന്ത്രിയുടെ പേര് യൂത്ത് ഫ്രണ്ട് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കൊടുക്കാൻ അടൂർ പ്രകാശും ബിജു രമേശും അടങ്ങുന്ന കൂട്ടാളികൾ ഉണ്ടായിരുന്നു. കേരള യൂത്ത് ഫ്രണ്ട് ബോധ്യപ്പെട്ട കാര്യം ഞങ്ങൾ പറയുന്നു, ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കെ എം മാണിക്കും മന്ത്രി ബാബുവിനുമെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്നും ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഇരട്ട നീതിയാണെന്നുമാണ് യൂത്ത് ഫ്രണ്ടിന്റെ അഭിപ്രായം. UDF-നെ തകർക്കാൻ ഉമ്മൻചാണ്ടി വിരുദ്ധരായ TN പ്രതാപനും VD സതീശനും അച്ചാരം വാങ്ങിയിരിക്കുകയാണെന്നും യൂത്ത് ഫ്രണ്ട് നേതാവ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങൾ പറയുന്നത് മന്ത്രി കെ ബാബുവിനെതിരെയും മാണിസാറിനെതിരെയും നടന്നതുപോലെയുള്ള ഗൂഢാലോചന തന്നെയാണ്. അതായത് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി വിരുദ്ധരുടെ ഗൂഢാലോചന. ബാർക്കോഴ വിഷയം തെരഞ്ഞെടുപ്പിൽ ഏശിയില്ലെന്നും UDF-ലെ പ്രമുഖ നേതാക്കളുടെ മണ്ഡലത്തിലും വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ തോറ്റത് പ്രവർത്തനത്തിലെ വീഴ്ചകൾ കൊണ്ടാണെന്നും യൂത്ത് ഫ്രണ്ട് നേതാക്കൾ വ്യക്തമാക്കി. ഇത് വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എം ഏറ്റുമുട്ടലിന് കാരണമായേക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. RSP യുവജന വിഭാഗത്തിനും കോവൂർ കുഞ്ഞുമോൻ MLA-ക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ ശാസന. RSPയുടെ അഭിപ്രായം കോവൂർ കുഞ്ഞുമോനോ RYF-ഓ പറയേണ്ടതില്ലെന്നും നേതൃത്വത്തിന്റെ താക്കീത്. അതേസമയം തങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം RYF-നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സുധീഷ് കുമാർ
വ്യക്തമാക്കി. പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ശരണ്യയുടെ മൊഴി പുറത്ത്. ഹരിപ്പാട് മജിസ്ട്രേറ്റിനാണ് രഹസ്യമൊഴി നൽകിയത്. തട്ടിപ്പിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്നും വ്യാജ നിയമന ഉത്തരവ് നൽകാൻ സഹായിച്ചത് മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളാണെന്നും മൊഴിയിൽ പറയുന്നു. കെ എം മാണിക്ക് സ്വീകരണം നൽകി പാലായിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, കെ എം മാണി എത്തിയോ പൊതുയോഗ സ്ഥലത്തേക്ക്? എപ്പോഴാണ് എത്തുക? അല്പ സമയത്തിനും തന്നെ കെ എം മാണി സ്വീകരണ സ്ഥലത്തേക്ക് ഏതായാലും സ്വീകരണ സ്ഥലത്തിലെ 1 കിലോമീറ്റർ അടുത്തുവരെ അദ്ദേഹം എത്തിക്കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെ കേരള കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ബാർക്കോഴ സംബന്ധിച്ച കാര്യങ്ങളുമെല്ലാമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിൽ തന്നെ കെ എം മാണി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ BJP അടക്കമുള്ള നേതാക്കൾ ഇതുവരെ എത്തിയുള്ള അദ്ദേഹം ഉടനെ തന്നെ എത്തും. അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇവിടെ രാഷ്ട്രീയ കേരളം കാത്തോർത്തിരിക്കുന്നത് കെ എം മാണിയുടെ വാക്കുകൾക്കാണ്. ബാർക്കോഴെ സംബന്ധിച്ച കേസിലെ ഗൂഢാലോചനയും മറ്റുമുണ്ട്. എല്ലാം പാലായിലെത്തിയ ശേഷം പറയും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പാലായിലെത്തിയ ശേഷം അദ്ദേഹം എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിന് തന്നെ കെ എം മാണി ശരി ടി പി പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. അല്പസമയത്തിനകം മാണി പൊതുയോഗത്തിൽ സംസാരിക്കാൻ ഇപ്പോൾ എത്തിച്ചേരും.